ഇരിങ്ങപുറത്തും തൊഴിയൂരും പണി പൂർത്തീകരിച്ച സബ് സെന്ററുകൾ അടുത്ത ദിവസങ്ങളിലായി പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുക്കും. നഗരസഭയിലെ പാലിയേറ്റീവ് കെയറിൽ 3 യൂണിറ്റുകൾ വർദ്ധിപ്പിക്കും. നിലവിൽ ആശയങ്ങളായി ഇവ രണ്ടും തുടരുന്നതിന് വേണ്ടിയും ബഡ്ജറ്റ് നാളിതുവരെ ആനുകൂല്യം ലഭിച്ചു. ഈ വിഭാഗത്തിൽപ്പെട്ടവരെ കൂടി സഹായിക്കാൻ കഴിയും. ഇതിനുവേണ്ടി ഒരു മെഡിക്കൽ ഷോപ്പ് കഴിഞ്ഞ വർഷം അവതരിപ്പിച്ചെങ്കിൽ സംസ്ഥാന സർക്കാരിന്റെ സമ്പൂർണ്ണ ഭവന പദ്ധതിയുടെ ഭാഗമായി ഏറ്റവും കൂടുതൽ വീടുകൾ നൽകാൻ കഴിഞ്ഞ നഗരസഭയാണ് നമ്മുടേത്. എല്ലാവർക്കും ഭൂമി, എല്ലാവർക്കും വീട് എന്ന സർക്കാർ ലക്ഷ്യത്തോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് സമ്പൂർണ്ണ ഭവന നഗരസഭയായി മാറുക എന്നതാണ് നഗരസഭ ലക്ഷ്യമുള്ളത്. ആകെ 1550 ഗുണഭോക്താക്കളാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. 901 വീടുകൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. 649 വീടുകൾ അവസാന ഘട്ടത്തിലാണ്. ഭവനരഹിതരല്ലാത്ത കേരള സങ്കല്പത്തിനൊപ്പം ഭവനരഹിതരില്ലാത്ത സംസ്ഥാന സർക്കാർ ലക്ഷ്യമിടുന്നത്. ഇതിന്റെ ഭാഗമായി കുടുംബശ്രീ മുഖേന നടപ്പിലാക്കി വരുന്ന അഗതി പദ്ധതിയിൽ നഗരസഭ എന്നിട്ട് ചർച്ചയുടെ ഭാഗമായിട്ടല്ല, ഇപ്പൊ തന്നെ തിരുത്തേണ്ടതാണെങ്കിൽ ഇപ്പൊ തന്നെ ഇത് കഴിഞ്ഞാൽ ഉടനെ പറയാം. പിന്നെ എല്ലാ കാര്യങ്ങളിൽ പ്രശ്നത്തിൽ പറയാലോ. കുടുംബശ്രീ മുഖേന നടപ്പിലാക്കി വരുന്ന അഗതിയിലേക്ക് 14,000 രൂപ പ്രതിമാസം വിനിയോഗിക്കും. നഗരസഭയുടെ അഗതി മന്ദിരം 57 ലക്ഷം രൂപ വകയിരുത്തി നവീകരണ പുരോഗതി സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിനുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരികയാണ്. നിർമ്മാണം അന്തിമ ഘട്ടത്തിലാണ്. നഗരസഭയുടെ അമ്യൂണിറ്റി സെന്റർ, ഫെസിലിറ്റേഷൻ സെന്റർ വിവിധ ഇടങ്ങളിലായി കൂട്ടുന്നവയാണ്. ഇവിടങ്ങളിലായി 92 വനിതകൾ ജോലി ചെയ്തു വരുന്നു. കേരളത്തിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകൾക്ക് ജോലി ലഭ്യമാക്കിയ നഗരസഭ നമ്മുടേതാകും എന്ന കാര്യത്തിൽ സംശയം വേണ്ട. ആകെ 320 പേർക്കാണ് വിവിധ മേഖലയിലെ കുട്ടികളുടെ പാർക്ക് എന്നിവയിലൂടെ പാർക്കുകളുടെ കാര്യത്തിൽ സമ്പന്നമാണ്